എന്താ പരിപാടി? ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം നമ്മൾ 9 മണിയായിട്ടോ. 9 മണിയായി. അപ്പോൾ നമ്മൾ ലെസ്റ്ററിൽ പോവാണ്. ലെസ്റ്ററിൽ എന്തിനാണ് പോകുന്നത് വെച്ചാൽ നമ്മളിന്ന് നല്ല മന്തി കഴിക്കാൻ ആഗ്രഹം വന്നു. അപ്പോൾ നമ്മൾ ലെസ്റ്ററിൽ പോയിട്ട് നല്ല മന്തി കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 9 മണിയായി. ഇവിടെ നിന്ന് നമുക്കൊരു 39 മിനിറ്റ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ ഒരു ക്ലോസിങ് ടൈം 11 മണിയാണ്. നമ്മളപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. മക്കളൊക്കെ ഉറങ്ങി തുടങ്ങി അല്ലേ? ഇച്ചു ഉറങ്ങി, ഇതാക്കി ഉറങ്ങി. എപ്പോഴാണെങ്കിലും എനിക്കൊക്കെ മന്തി കഴിക്കാൻ തോന്നിയത്. അപ്പോൾ മന്തി കണ്ടേ? ഓക്കെ, ഇതാക്കി ഓൾമോസ്റ്റ് ഇറങ്ങിയില്ലേ? സാരില്ല, നമുക്ക് അവിടെ നിന്ന് എണീപ്പിക്കാം. ഇലാനിക്ക ടയർഡല്ല? നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മന്തി കഴിക്കല്ലേ? മന്തി നമ്മളെ ഫേവറേറ്റ് ആകുമ്പോൾ നമ്മൾ ടയർഡാവും. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയത് കാരണം കുഴപ്പമില്ല കേട്ടോ, അല്ലേ? റോഡ് ഫ്രീ ആയ കാരണം നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ക്രൂസ് നാളെ കൺട്രോൾ ഓട്ടോ അടിച്ചോ? ക്രൂസ് കൺട്രോൾ ഓണാക്കിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രൂസ് കൺട്രോൾ ഓണാക്കിട്ട് കണ്ടാ നമ്മളിങ്ങനെ ഇരുന്നെടുത്താൽ മതി. അപ്പൊ നേരെ നമ്മൾ ലെസ്റ്ററിലെത്തും. നല്ല സുഖമുള്ള പരിപാടിയല്ലേ ഇത്? നാളെ ഓട്ടാ ഫുള്ള് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. എത്രയാണെന്നറിയോ? നാളെ നല്ല ചൂടായിരിക്കുമല്ലോ. പക്ഷെ ഇന്നും അത്യാവശ്യം പോയി തോന്നുന്നു. 26 പോയത്. 20 അല്ല, മമ്മി നോക്കിയപ്പോ 22 ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. 20 ആയാ? ആ, ഇപ്പൊ 20 ആയി. ഒരു ആഫ്റ്റർനൂൺ ഒക്കെ 22, 24 ഒക്കെ പോയി തോന്നുന്നു. ഫോർട്ടിക്ക് വരുന്നുണ്ടോ? അതെപ്പോഴാ വരാ? 40 വരുന്നില്ലല്ലോ. 40 അങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ. ജൂലൈയിലൊക്കെ പറഞ്ഞ ചിലപ്പോ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ എവർ ആയിരിക്കും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് അതാ അതാ. ലിച്ചു നോക്ക്, ലിച്ചോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് നോക്ക്. ഫ്ലൈറ്റ് ഒരു യെല്ലോ കളർ ഫ്ലൈറ്റ്. എയർപോർട്ട് ഓസ്ട്രേലിയ പോലെ. അതല്ല, മറ്റേ ഫ്ലൈറ്റ് നോക്ക് ലിയാനാ. ജസ്റ്റ് നല്ല ടച്ച് ചെയ്യാറായി, ഗ്രൗണ്ട് ടച്ച് ചെയ്യാറായി. ഇവിടെ ഏതാണ് എയർപോർട്ട്? ബർമിംഗാം ആയിരിക്കും. ബർമിംഗാമോ? പക്ഷെ ബർമിംഗാമിലേക്ക് ഇത്ര നേരം ഇന്ന് ഒരുപാട് താഴെ ആയല്ലോ അത്. ഏത് എയർപോർട്ട് ചൂസ് ചെയ്യാം നമുക്ക്. ഫ്ലൈറ്റ് പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഫ്ലൈറ്റിൽ കുറെ അധികം സമയം ഇരിക്കേണ്ടി വരും. ഇല്ല, സമയമൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഞാൻ പക്ഷെ ഇവിടുന്ന് ബർമിംഗാമിൽ പോണവരൊക്കെ പറയുന്നത് 1 hour എങ്കിലും എക്സ്ട്രാ ആയിരിക്കണം എന്നാ. എന്തായാലും നമ്മൾ 6-7 മണിക്കൂറോളം ഇരിക്കണില്ലേ? കൂടെ 1 മണിക്കൂർ കൂടി വെച്ചിട്ട് നമ്മൾ അറിയുന്നില്ല. എങ്ങനെങ്കിലും ഇറങ്ങി കിട്ടിയാൽ മതി വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര ഇതായില്ലേ ഫ്ലൈറ്റ് ക്രാഷ് ആയത്. അല്ലാ, അങ്ങനെ തന്നെ അധികം ഫ്ലൈറ്റ് പോവാ. ശരിക്കും പറഞ്ഞാല് ഈ ഫ്ലൈറ്റില് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഫ്ലൈറ്റ് ഈ വെള്ളത്തിന്റെ മുകളിൽ തന്നെ ആയിരിക്കും. അത് ഈസിയസ്റ്റ് വേ തന്നെ ആയിരിക്കും. അങ്ങനെ പഴംപൊരി എന്ന് പറഞ്ഞ പറമ്പറി. That's okay, at least she's trying, isn't it?
ഇച്ചൊന്നും ഇറങ്ങാത്ത ഇതാക്കി ഇറങ്ങുന്നുണ്ടല്ലോ. നോ ഡോണ്ട് ഡിസ്റ്റർബ് യു. ഞാൻ ഇറങ്ങണ്ട 27 മിനിറ്റ്സ് ഉള്ളൂ. പക്ഷേ നമ്മൾ പെട്ടെന്ന് എത്തണ്ട, റോഡ് ഫ്രീ ആയത് കാരണം അല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ വ്യൂ. ഞാൻ നിന്റെ ഫേസ് കാണിച്ചിട്ടില്ല. എനിക്ക് പാട്ട് പാടുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ പെട്ടെന്നട്ടയില്ല എനിക്ക് മന്തി കഴിക്കാൻ തോന്നിയത്. ഞാൻ നാളെ ലോങ് ഡേ ഒക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇല്ല എനിക്ക് വന്നിട്ട് വായ നമുക്ക് മന്തി കഴിക്കാൻ പോകാം. എന്നിട്ട് അനീഷ് ഖാനെയും അങ്ങനെയല്ല അനീഷ്ക പണി വീടിന്റെ പണി അടിച്ചു ആകെ ഭ്രാന്തായിരിക്കണ. എന്നിട്ട് അനീഷ് അങ്ങനെയല്ല, നമുക്കൊരു ആഗ്രഹം തോന്നി നമ്മൾ അതപ്പോ പോയി കഴിക്കണം. സംഭവം ഒന്നുമില്ല, ഒരു 40 മിനിറ്റിന്റെ ഡ്രൈവേ ഉള്ളൂ. ആ മോട്ടോർ വേ ആയതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് സുഖമായിട്ട് പോയിട്ട് മന്തി കഴിച്ച് വരാം. ലോങ് ഡേ ആയിരുന്നു, പക്ഷെ ഓൾക്ക് നാളെ ഡ്യൂട്ടി ഇല്ല. ഡ്യൂട്ടി ഇപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ. നല്ല റെസ്റ്റോറന്റ് എന്നാ പറഞ്ഞത്, എന്താണ് സെയ്ത്തൻ സാഹർ അങ്ങനെ എന്തോ പേര്. അവിടെ പോയിട്ട് പറഞ്ഞു കേട്ടോ, എനിക്ക് വലിയ ഐഡിയ ഇല്ല. വേറെ ആള് സജസ്റ്റ് ചെയ്ത അപ്പൊ നല്ലതെന്ന് പറഞ്ഞപ്പോ നമുക്ക് പോയിട്ട് കഴിക്കാന്നുള്ള. സിസ്റ്ററും ഹസ്ബൻഡും സജസ്റ്റ് ചെയ്തല്ലേ, പോയി നോക്കണം. മോട്ടോർവേ ഫ്രീ ആണ്, സുഖമായിട്ട് ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ഒറ്റ ഇരുത്തേണ്ടിരുന്ന. അതല്ല, എനിക്ക് കുട്ടികൾ ഉറങ്ങി കഴിഞ്ഞാലേ പിന്നെ ഓലെ എണീപ്പിക്കലും ഒക്കെ ഒരു ചടങ്ങാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോവാം, ഞാൻ ചടപ്പിക്കണില്ല, പോവാം. ഫുഡ് കഴിക്കണ കാര്യല്ലേ. അല്ല സാക്കി ഉറങ്ങും, അവനിപ്പോ അവിടെ എത്തി എണീക്കും. അവിടെ പിള്ളേരെ കണ്ട അവിടെ സെറ്റ് ആയിക്കോളും. എന്തായാലും അവരുണ്ടല്ലോ അവര്. അല്ല എങ്ങനെയൊക്കെ പോകണം, കാര്യം നമ്മുടെ നോട്ടിയാമിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റ് ഇല്ല. അപ്പം അത് കാരണം പിന്നെ മന്തി കൊടുക്കുന്നുണ്ട് കടകളിലൊക്കെ, പക്ഷെ നമുക്ക് എന്തോ അത് ഓർഡർ ചെയ്തിട്ടും നമുക്ക് അത് തൃപ്തി വന്നിട്ടില്ല. ഇവിടെ പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ UK വന്നിട്ട് നമ്മൾ നല്ലൊരു മന്തി കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഖലീജിലാണ് റഷ്യൻ ട്രൈ ചെയ്തത്. ഇപ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഖലീജ് മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കി ഒന്നും അങ്ങനെ പോയി നോക്കാം, നമുക്ക് എന്താ പരിപാടി എന്നൊക്കെ നോക്കാം. സംഭവങ്ങളാണ് നല്ല ഒരു പ്രത്യേക സുഖം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനുള്ളത്. ഇനി എത്ര സമയമുണ്ട്? മജ്ലിസ് ഒരു മധുഹൂത്ത് ട്രൈ ചെയ്താലോ? പിന്നെ ഓർഡർ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഒരു ചിക്കൻ മധുഹൂത്ത് പറയാം. പിന്നെ ദുർബിയാന് കഴിക്കോളെ, ഒരു മന്തി പറയാം, ഒരു ഫുൾ മന്തി പറയാം. മധുഹൂത്ത് എന്താ കുക്കറേ? പ്രഷർ കുക്കർ. ആ കുക്കർ പോയി ചാടല്ലേ, ഇങ്ങോട്ട് വായോ. സാക്കി, എനിക്കത് ഇഷ്ടപ്പെട്ടെ. ഏതാ വേണ്ട എനിക്ക്? റൈസോ? റൈസ് വന്നിട്ടുണ്ട്. ഇതിൽ റൈസ് ഉണ്ട്. വേണ്ട ഒന്നവിടെ മാറ്റി വെച്ചേക്കാം നമുക്ക് ലാസ്റ്റ്. ചൂടുണ്ടോ? ആ റൈസാണ്. വീഡിയോ എടുക്ക്. ബാക്കി മാറുന്നില്ല, കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ it's too hot. മധുഹൂത്ത്. It's not chicken. What's happening? Look at that, guys. റൈസാണ്. ഇതാക്കി ഇഷ്ടപ്പെട്ടോ റൈസ്? കഴിക്കണ്ടോ? റൈസ് വേണോ? ഇവിടുത്തെ പോകുമ്പോൾ കുക്കർ കഴുകി കൊടുക്കേണ്ടി വരും. ഇത് ഞങ്ങൾ മട്ടൻ മന്തി കേട്ടോ.
അതുപോലെ തന്നെ ഞങ്ങൾ ചിക്കൻ മധുബൂത്ത്, അത് തറയിട്ട് കഴിക്കണം, പ്ലേറ്റ് ഇല്ല. അത് ആദിത്യ മര്യാദയാണ്. സൂപ്പ് കഴിച്ചോ? അതിനൊരു അടച്ചുറപ്പില്ല. ഡിറ്റാച്ച്ഡ് എന്ത്? ആണല്ലോ. അപ്പോൾ കഴിച്ചോക്ക്, ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള നിങ്ങളെയൊക്കെ പുറത്ത് വിടാം. നിങ്ങളുടെ ക്ലോസ് കോമ്പൗണ്ട് എങ്ങനെയുണ്ട് അനീഷ്ക? കറിയല്ല സൂപ്പാണ്. കുറച്ച് ഇത് കിട്ടണം, നാരങ്ങ. എനിക്ക് കാവ് ഇഷ്ടം? കാവ് ട്രൈ ചെയ്തോ മുന്നേ? കാവെന്ന് പറഞ്ഞെങ്കിൽ അറബിക് ഡ്രിങ്ക് ട്രൈ ചെയ്തോ? ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഒരു ജഗ് വെള്ളം വെള്ളം ചായത്ത് സത്യസന്ധമായിട്ട് ഉത്തരം കിട്ടും. എന്റെ കൊച്ചു